അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്ക കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 50 ഗ്രാം ഉണക്ക കൊഞ്ച് എടുത്തിട്ട് അതിൻ്റെ തലയും വാലും എല്ലാം നുള്ളി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗവും രണ്ടും നുള്ളി എടുക്കുക. അങ്ങനെ നുള്ളി എടുത്തിട്ടുള്ള ഉണക്ക കൊഞ്ചാണ്. 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പടവലങ്ങയാണ്. ഒരുപാട് മുറ്റിയ പടവലങ്ങ എടുക്കരുത്. ഇതുപോലെ പിഞ്ച് കനം കുറഞ്ഞിട്ടുള്ള പടവലങ്ങ നോക്കി എടുക്കുക. ഒരു മീഡിയം സൈസ് പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. പടവലങ്ങ ഒന്ന് അതിന്റെ തൊലിയെല്ലാം പീല് ചെയ്തതിന് ശേഷം അതിന്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്ക കൊഞ്ച് 4-5 പ്രാവശ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ച് അതിന്റെ വെള്ളം മുഴുവനും മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പടവലങ്ങയും ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. കൊഞ്ചിന്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റിയെടുത്ത ഉണക്ക ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. തലയും വാലും ഒക്കെ പോയതിനു ശേഷം 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉണക്കച്ചെമ്മീൻ്റെ ആ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഫ്രൈ കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ അത് കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി അല്ലികൾ ചതച്ച് എടുത്തിട്ടുള്ളതാണ്. അതും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുക്കുകയോ ചെയ്യാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെയും പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. സവാള ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ഉള്ളി ഒരു 20 ഒക്കെ എടുക്കുക. ചെറിയ ഉള്ളിയും സവാളയും കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളിയും സവാളയും നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വേണം നല്ലതുപോലെ ഒന്ന് സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ. നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ. അപ്പോൾ സവാളയും ഉള്ളിയും വയന്ന് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഈ ഒരു സമയം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ 1 മിനിറ്റ് ഈ സവാളയിലും ഉള്ളിയിലും കിടന്ന് തന്നെ ഉണക്ക ചെമ്മീനും ഒന്ന് വയന്ന് വരണം. 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഈ പടവലങ്ങ ഒക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പടവലങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീനിലെ ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ, ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റിലെല്ലാം കൂടിയിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ് 2 എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. നമ്മളിതിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പടവലങ്ങ നമ്മൾ പിഞ്ച് പടവലങ്ങ എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പടവലങ്ങയൊക്കെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഉണക്ക ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്തല്ലേ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തങ്ങ് കുഴഞ്ഞു പോവരുത്.
ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പടവലങ്ങയും ഉണക്ക ചെമ്മീനും ഒക്കെ വേവിക്കാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർക്കാം. പച്ചമുളക് പടവലങ്ങയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ട് ചതച്ച് വേണമെങ്കിലും എടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാത്ത രീതിയിൽ തോരനൊക്കെ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ആ തേങ്ങയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ചതച്ചിട്ടെടുക്കാൻ. നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതിക്ക് വേവിച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് ചതയ്ക്കാതെ തന്നെ പൊടിയായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചതച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. അപ്പോൾ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം തേങ്ങ ഒന്ന് ചൂടാവണം. ഇനി ഒട്ടും തന്നെ വെള്ളം ഒന്നും ഒഴിക്കരുത്. ലാസ്റ്റ് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ചതച്ചെടുത്തപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നാൽ കൂടി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം അങ്ങനെ സൈഡായിട്ട് നമുക്ക് കൂടെയും കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണക്കച്ചെമ്മീനും പടവലങ്ങയും വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്